ഓക്കെ. നമ്മളൊക്കെ ഈശോയെ കൊടുക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് നടക്കുന്ന കുറച്ച് കുറച്ച് പേരാണ്. എവിടെയൊക്കെയോ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് ഈശോയെ കൊടുക്കണമെന്ന് മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ച്, ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി നടക്കുന്ന കുറച്ച് യുവജനങ്ങൾ, കുറച്ച് ക്രേസി ആയ പീപ്പിൾ. അപ്പം നമുക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്പർശിച്ച ഒരു വചനങ്ങളുണ്ടാവും ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തില്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വചനം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോ ഈ വചനം ശരിക്കും ജീവനായി മാറി എന്ന് തോന്നിയ ചില വചനങ്ങള്. അത് ഒന്ന് ഷെയർ ചെയ്യാമോ നിങ്ങൾ ആരെങ്കിലും? എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വചനം ഈ എപ്പോഴും ഈ ബോബിച്ചന്റെ ടോക്കിൽ ബോബിച്ചൻ പറയുന്ന ഒരു വചനമാണ്. അപ്പൊ ആ, അത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന വചനമാണ്. അപ്പൊ അതിങ്ങനെ ശ്രമിക്കുന്ന ഒരു വചനമാണ്. അതായത് ലൂക്ക 10:8 നാട്ടിനെ വിളമ്പിയത് ഏ ഭക്ഷിക്കുക എന്നൊരു വചനമാണ്. അതൊരു ഭയങ്കര വചനമാണ്. അതായത് ഇങ്ങനെ അച്ഛൻ പറയുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അച്ഛൻ വിളമ്പിയത് ഭക്ഷിക്കുക എന്നിട്ട് അച്ഛൻ പറഞ്ഞ സാധനമാണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചോറ് വിളമ്പുന്നു. അപ്പൊ ചോറ് ഭക്ഷണങ്ങളെല്ലാം വിളമ്പുന്നു. അതിനകത്ത് ഇത്തിരി ഉപ്പ് കൂടിപ്പോയി. നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഉപ്പ് ചോറിനൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രുചി കഴിക്കുന്നു. കഴിച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ചോറ് ഉപ്പ് കഴിച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഇത് ഉപ്പ് ഉണ്ടാക്കിയവന്റെ മുത്തിക്കൊക്കെ തെറി വിളിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റും. ഇത് രണ്ട് കാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ വിളമ്പിയത് ഭക്ഷിക്കുക. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോടുകൂടി ആ ലൈഫിനെ അങ്ങ് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ള സാധനമേ. അച്ഛൻ പറയുന്നത് കേൾക്കാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ വലിയ സെറ്റപ്പില്ല. പക്ഷെ അച്ഛൻ പറയുന്നത് ഭയങ്കര രസമാണ്. വിളമ്പിയത് ഭക്ഷിക്കുക. ആ വചനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഞാൻ ഈ വചനം പറഞ്ഞപ്പോൾ പിന്നെ മാട്ടിന് അന്നേരം വേറെ വചനം കിട്ടത്തില്ല. കാരണം മാട്ടിൻ ഉപയോഗിച്ചതിന് വലിയ ആരാധന. മാട്ടിന് ഏറെ വചനമുണ്ട് മാട്ടിന്. എനിക്ക് എനിക്കിങ്ങനെ ചെറുപ്പം തൊട്ട് ഇഷ്ടപ്പെട്ട ഒരു വചനമായി. അതായത് യോഹന്നാൻ 3:8 കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് വായിക്കുന്നത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. അതായത് കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശും. അതെന്തോ എനിക്ക് എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ക- അത് ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യനിങ്ങനെ രാത്രി വരുന്നു, രാത്രി ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ആ ഒരു സംഭാഷണത്തിനിടയ്ക്ക് പറയുന്നു കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. എനിക്ക് അതിന്റെ അർത്ഥമൊന്നും അറിയാത്ത സമയത്ത് എനിക്ക് ഈ വചനം ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ദ വിൻ ബ്ലോസ് വെരി വിഷസ്. പിന്നെയാണ് ഇതിനെനിക്ക് അതിന്റെ അർത്ഥം ഈ ആത്മാവ് നയിക്കുന്നതിനെ പറ്റിയാണ് ഈശോ പറയുന്നതെന്ന് പറയുന്നത്. ഇപ്പോഴും എന്റെ ഒരു ലൈഫിൽ ഞാനിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ആഹ് എന്താ പറയണ്ടേ, നമ്മള് ഇങ്ങനെ നമ്മുടെ കൺട്രോളിലല്ല, കാറ്റാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റ് ദിവസവും എന്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അത് പോയ വഴി എന്ത് വഴിയാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഫുള്ളായിട്ട് എടുത്താലും അനുദിനം എടുത്താലും നമ്മൾ തന്നെ ആശ്രയിക്കുന്ന ഒരു സാധനം കുറഞ്ഞ് ആത്മാവിൽ ആശ്രയിക്കുന്നത്. ആത്മാവ് നമ്മളിങ്ങനെ കൊണ്ടുപോവുക, കാറ്റടിച്ച് ഇങ്ങനെ പോവുക. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വചനം. ഉം. ഞാൻ പറയട്ടെ. എനിക്ക് എനിക്ക് ഇനി ഇഷ്ടപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തറച്ചു കയറുന്ന പോലത്തെ ഒരു സാധനമേ. അപ്പം എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് ഞാൻ ശരിക്കും പറഞ്ഞ ഞാന് നന്മാരത്തിൽ തന്നെ ഏതോ സൺഡേ മീറ്റിങ്ങിനെ കണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഇട്ട വചനം കണ്ട് എന്നാ 2 Corinthians 5:15 ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ ആദ്യമായിട്ടാ ബൈബിളിൽ അങ്ങനെ വചനം ഉണ്ട് എന്നൊക്കെ. നമ്മള് ജീവിക്കുന്ന പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്നുള്ള സാധനമേ. ഇത്രയും എന്റെ ഒരു ചെറുപ്പം മുതലേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിള് വായിച്ചിട്ട് എനിക്ക് ബൈബിളൊന്നും അറിയത്തൊന്നുമില്ല. എന്നാ കുർബാനയ്ക്ക് പോകുന്നു, ഒരു മുത്തശ്ശി കഥ പോലെ ഈശോ മരിച്ചു, എല്ലാരും ചെയ്യുന്ന പോലെ കുർബാനയ്ക്ക് പോകുന്നു, പള്ളിയിൽ പോകുന്നു, സൺഡേ സ്കൂളിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ പോയി നിൽക്കുന്ന ഒരു ഇതായിരുന്നേ. അപ്പം പിന്നെ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ധ്യാനമൊക്കെ കൂടി ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഈശോ ഇങ്ങനെ ഓരോരോ കാര്യം ഇങ്ങനെ പഠിപ്പിക്കും. ഈശോ ഇങ്ങനെ ഒന്ന് കുർബാനയിലുള്ള സാധനം, പിന്നെ കുമ്പസാരിക്കാനുള്ള ഒരു സാധനം, പിന്നെ എന്നാ ഇങ്ങനെ പിന്നെ വചനം വായിക്കാനുള്ള സാധനം, ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അതുപോലെ വന്നതാണ് ഈ വചനത്തിന്റെ സാധനം. അപ്പം ശരിയാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ശരിയാണ്. പക്ഷെ ഈ വചനം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണ് ശരിക്കും ഈശോ മരിച്ചെന്നുള്ള ഒരു കൺഫർമേഷൻ ശരിക്കും കിട്ടിയത്
ഈ വചനം കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാ ഈ ജീവിക്കുന്നവരെയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, ഈ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുവാണേ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു സാധനമൊക്കെ. അപ്പൊ അത് തന്നെ ഭയങ്കരമായിട്ട് എന്നാ കൊള്ളിച്ചൊരു സാധനം. ഞാനിത് പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ചിന്തിക്കാനും എന്നാ അത് ഒരു അതുകൊണ്ട് തന്നെ കുർബാനയ്ക്ക് പോകുമ്പം ഓർക്കും, ഓ ഈശോ ഈശോ എനിക്ക് വേണ്ടി ഒരു സാധനം, ആ ഒരു സാധനം പിന്നെയും പിന്നെയും വരുന്നത് ഈ വചനം കാരണമെന്ന് എനിക്കൊക്കെ തോന്നുന്നു. അത് എന്നെ ഭയങ്കര ടച്ച് ചെയ്ത ഒരു സാധനമാണ്. അപ്പം എനിക്കതാണ് ഒരു തോന്നിയത്. ഓക്കെ, എനിക്ക് മറ്റേ 2 കൊരിന്തോസ് 12:9 നിനക്ക് എന്റെ കൃപ മതി. കാരണം ഞാൻ ഒത്തിരി എന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ആളാ. എന്റെ തന്നെ പ്ലാനിനനുസരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു കംപ്ലീറ്റ് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഇത്. കാരണം ചില ജീവിതത്തിലൊന്നും നടക്കാണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തിന്റെ, ഈ വചനത്തിന്റെ ശക്തി മനസ്സിലായത്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് പറ്റത്തില്ല, ഈശോയുടെ ഗ്രേസ് തന്നെ വേണം. അപ്പൊ നിനക്ക് എന്റെ കൃപ മതി, ആ ഒരു ഇതാണ് എന്നെ പിടിച്ചു നടത്തുന്നത് ഇപ്പോഴും. ഓക്കെ, ഇനി അടുത്ത ഇത് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം നമ്മുടേതായ ഓരോരോ ഇതാണ്. ഇപ്പൊ ആഷ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നു, മാർട്ടിൻ ആണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു വലിയൊരു സിറ്റിയിൽ ജീവിക്കുന്നു. ആശിഷ് മാരീഡ്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലി ചെയ്തു. പെട്ടെന്ന് ഒരു ബോധോദയം പോലെ ഒരു ചെറിയൊരു ഐഡിയയിൽ നിന്ന് പെട്ടെന്ന് ഈശോയ്ക്ക് വേണ്ടി എന്തോ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നൊരു തോന്നിയത് കൊണ്ട് എണീറ്റ് നിന്ന് ഓക്കെ അത് പറഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ. ഇപ്പം അതെന്താണ് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, ഈശോയ്ക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ എപ്പോഴും റെഡിയാണ് നിങ്ങൾ. വാട്ട് ഈസ് ദാറ്റ് ഫീലിംഗ്? ലൈക്ക് അതെന്തുകൊണ്ട് ആ ഫീലിംഗ് വരുന്നത്, അതെങ്ങനെയാണ്? ഓക്കെ, ഇപ്പൊ നമ്മൾ നോ പറയാതിരിക്കാൻ ഉള്ള കാരണങ്ങൾ എപ്പോഴും എന്താ? കാരണം ജെറലിന് എന്താണ് കാരണം? ജെറലിന് എന്താണ് കാരണം ഇപ്പൊ വന്ന് സംസാരിക്കാനുള്ള കാരണം എന്താണ്? എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഒരു ഇതാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മീറ്റിംഗിൽ വരുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആ ദിവസം ചിലപ്പോ എനിക്ക് എന്തെങ്കിലും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ചില സമയത്ത് കിട്ടാറുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മള് വറി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നും പരിശുദ്ധാത്മാവ് വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇഗ്നൈറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരിലൂടെ സംസാരിക്കുമ്പോഴും അവർ അഡ്വൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവർ പറയുന്ന വചനങ്ങളോ അവർ പറയുന്ന എന്തെങ്കിലും നമ്മളെ കുറച്ചും കൂടെ പ്രചോദിപ്പിക്കും, ഇച്ചിരിയും കൂടെ ഒന്ന് ഉന്തും. അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും ഈ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഒരു കൂട്ടായ്മയിൽ ചെല്ലുമ്പം. പരസ്പരം ഇങ്ങനെ നമ്മളറിയാതെ എന്താ പറയാ, എല്ലാവരിലുള്ള ഈശോ, എല്ലാവരിലുമുള്ള ഒരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു സാധാരണ ഒരു ഫ്രണ്ട്സ്, ഇപ്പൊ ഞാനിവിടെ ഫ്രണ്ട്സിനോട് നമ്മൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില കോമൺ ടോപ്പിക്സ് വരുമ്പോ അതുപോലെയല്ല ഈ പ്രെയർ മീറ്റിംഗ്സ് നയിക്കപ്പെടുന്നത്. സോ ഒരു പരിശുദ്ധാത്മാവിന് ശരിക്കും ഒരു ഇത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ അങ്ങനത്തെ ഒരു കാര്യത്തോട് ഇപ്പൊ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നിൽക്കണം അല്ലെങ്കിൽ ഇപ്പം വിളിച്ചപ്പോഴേക്കും ഓക്കെ ശരി നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്ന ആ പ്രചോദനം എന്താണ്? എനിക്കിങ്ങനെ ഞാൻ ഇതിനകത്തും ബോബിച്ചനെ കോട്ട് ചെയ്യും. ബോബിച്ചൻ പണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. അതായത് ഇങ്ങനെ ഇപ്പം ആഷ്ലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ആഷ്ലി ഇപ്പൊ ആ വചനം പറഞ്ഞില്ല. ഞാൻ ഇന്ന് ബൈബിൾ വായിച്ച സമയത്ത് ഈ വചനം ഞാൻ വായിച്ചേ, ജീവിച്ചിരിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവർ നമുക്ക് വേണ്ടി മരിച്ചത്. ഈ ഒരു വചനം ഞാൻ ഇന്ന് വായിച്ചേ. അപ്പൊ ഇന്ന് ഞാൻ ഈ വചനം വായിച്ചപ്പം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അതൊന്ന് ഭയങ്കര ഇടിച്ചു നിൽക്കുമായിരുന്നു വചനമേ. ഓ കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ നമുക്ക് വേണ്ടി മരിച്ചു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു സാധനമേ. അതിങ്ങനെ പിന്നെ എനിക്ക് ആ വചനം വായിച്ചോണ്ട് കുറച്ച് ഇരിക്കാൻ തോന്നിയേ. ജീവിച്ചിരിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്നതും ഇതൊക്കെ ഒരുപാട് സാധനം വരും. നമ്മളിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സാധനമാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമുക്ക് ഉള്ളിലൊരു ഭയങ്കര പ്രേരണ കിട്ടുവാണെങ്കിലേ ഈശോയെ ആ ഒരു വചനം മാത്രം ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ നമ്മളിപ്പം ഈശോയ്ക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നേ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇപ്പം ബോധിച്ച പറഞ്ഞ കാര്യമുണ്ട്. കാരണം ബോധിച്ച പറഞ്ഞ സാധനം എന്താണ്? ജീവിക്കുവാണെങ്കിൽ ഏറ്റവും മൂല്യമുള്ളതിന് വേണ്ടി ജീവിക്കണമെന്നേ. ഏറ്റവും മൂല്യമുള്ളതിന് വേണ്ടി ജീവിക്കുവാണെങ്കിൽ ഏറ്റവും മൂല്യമുള്ളതിന് ജീവിക്കണം. നമുക്ക് എത്ര ചപ്പ് കാര്യങ്ങൾ സംസാരിക്കാം, പക്ഷെ കർത്താവിന് വേണ്ടി
കർത്താവിന്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു വാക്ക് പറയുന്നു, ഈശോയ്ക്ക് വേണ്ടി ഈശോ വലിയവനാണെന്ന് പറയുന്നു, ഈശോ സ്നേഹിക്കുന്നവനെന്ന് പറയുന്നു, എന്നൊരു 10 പേരോട് പറയാൻ പറ്റുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ലോകത്തിൽ എന്ത് കാര്യം ചെയ്താൽ അതിന്റെയൊക്കെ മേളിലാണ് ഈശോയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറയാന്നുള്ളതേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷെ ഈശോയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറയാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. ഈശോയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറയുക എന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ജീവിക്കേണ്ടത്. അപ്പൊ അതാണ് എന്റെ മനസ്സിൽ ഒരു ഗൈഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സാധനം അതാണ്. നമുക്ക് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ആ വചനം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. സ്ട്രൈക്ക് ഞാൻ മാർട്ടിൻ പറഞ്ഞു. മാർട്ടിൻ ആഷ്ലി പറയട്ടെ. ആഷ്ലി പറഞ്ഞു തുടങ്ങിയത്. ആഷ്ലി പറയട്ടെ. ഞാൻ ഓക്കെ, എനിക്ക് ഈ സാധനം പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ വന്നൊരു സാധനമാണ് എന്ത് പറയണമെന്ന് ഞാൻ ചിന്തത്തിലേ എന്നാ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഉത്തേജിപ്പിക്കുന്നു എന്നൊരു സാധനം. ഈ ഉത്തേജനം എന്നൊരു സാധനം ഇത് ഒരു കള്ളനാണല്ലോ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തീയാണെന്നൊക്കെ പറയല്ലേ, നമ്മൾ പരിശുദ്ധാത്മാവ് തീയാണ് എന്നൊക്കെ പറയും. എന്നാ ഈ തീ നമ്മൾ ശരിക്കും ഞാനത് മാർട്ടിനോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്നാ നമ്മുടെ കാലിൽ തീ കത്തുവാണ്, ഇപ്പം കറണ്ടിൽ ഇപ്പൊ കത്തുവാണ് തീ. നമുക്കവിടെ നിക്കാൻ എന്നാ വെറുതെ നിക്കുവോ? നമ്മള് താഴെ നിക്കുവോ? ഇല്ല, നമ്മൾ ഓടുവല്ലേ. അപ്പം ഇതേ സാധനം തന്നെ നമ്മള് ഈ തീ എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ തീ എന്തുകൊണ്ട് പറയുന്ന ഇത് ആത്മീയമായിട്ടുള്ള തീയാ. ഈ ആത്മീയമായിട്ടുള്ള തീ നമുക്ക് കിട്ടിക്കുമ്പോ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ എന്നാ ഓടലായിരിക്കുവേ ഇതിങ്ങനെ പടർത്താൻ വേണ്ടിയിട്ടേ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. ഇത് പരിശുദ്ധാത്മ തീയാണെന്ന് പറയുന്ന ആ ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പരിശുദ്ധാത്മ പറയുന്ന തീ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ശരിക്കും ഒരു ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനോട് ഒരു ഇപ്പൊ പറഞ്ഞ വചനത്തിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ, എന്നാ ഈശോയുടെ കാര്യം വരുമ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈശോയുടെ കാര്യം വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അങ്ങ് ഇറങ്ങും. അതാണ് ശരിക്കുള്ള പരിശുദ്ധാത്മാവിന്റെ തീ ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു സാധനം. അപ്പൊ ഞാനിത് ഇത് പറഞ്ഞു ഓർത്ത് വന്നു. അങ്ങനെ ഇനി മാറ്റി പറഞ്ഞോ. എനിക്ക് ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയണം? എനിക്ക് അത് അറിയില്ലേ. അതായത് എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാനൊരു സംഭവത്തിൽ ഇരിക്കുന്നു, ഞാൻ എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് യെസ് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ. ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്ത് എനിക്കത് അറിയത്തില്ല. കാരണം അത് അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആയിട്ടാ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ മാർട്ടിൻ എന്ന് പറഞ്ഞപ്പോ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിലാണ് ജീവിക്കുന്നത്. മാർട്ടിൻ തന്നെ പാടും, മാർട്ടിൻ തന്നെ സ്വരമാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. എന്നുവെച്ചാൽ നമ്മളൊരു ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആ വീക്ക്ലി ബേസിസിൽ നമ്മൾ ചില സമയങ്ങളിൽ കൂടുന്നു. പക്ഷെ അപ്പൊ ആ സമയത്ത് മേ ബി വേൾഡ്ലി കുറെ പ്ലഷേഴ്സ് ഉണ്ട്, ഇതിന്ന് വേറെ പല രീതിയിലും കിട്ടുന്നത്. അത് വേണ്ടാന്ന് വെച്ചിട്ട് വരുന്നത് ഇപ്പൊ മാർട്ടിൻ പറഞ്ഞ അത് ചിലപ്പം ഈശോ തരുന്ന ഒരു ഇതാണ് എന്ന് വെച്ചാൽ നാച്ചുറലി വരുന്നതാണ്. പക്ഷെ അതെ അത് അങ്ങനെ തന്നെയാണ്. അതായത് ഇത് സ്വന്തമായിട്ട് ഇപ്പൊ ദൈവം വിചാരിക്കുകയാണ് ഇവൻ സ്വന്തമായിട്ട് ഇത് ചെയ്തു വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പരാജയപ്പെടും എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇപ്പൊ ഈ എമ്മാവൂസിലേക്ക് പോയ ഒരു കഥ അറിയാലോ. ഇവരിങ്ങനെ നടക്കുവാണ്, ഇവരുടെ ഒപ്പം കർത്താവുണ്ട്, ഇവരിങ്ങനെ നടക്കുവാണ്. എനിക്ക് അത്രേ ഫീൽ ചെയ്തിട്ടുള്ളേ. നമ്മളിങ്ങനെ നടക്കുവാണ്. അവരുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവർ ക്രിസ്തു ആണെന്ന് അറിഞ്ഞില്ല. നമ്മൾ ക്രിസ്തു ആണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമ്മളിങ്ങനെ നടക്കുവാണ്. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയിലാണ് പ്രകാശം. ഈ പ്രകാശമുള്ളവൻ പ്രശോഭിക്കുന്നുള്ളൊരു വചനം ഉണ്ടല്ലോ ഫേസസ്. പ്രകാശമുള്ളവൻ പ്രശോഭിക്കും. അതേപോലെ ആ ഒരു പ്രകാശം നമ്മൾ യഥാർത്ഥ പ്രകാശം എന്താണെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ വലിയ സന്തോഷം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ കഷ്ടപ്പാടിലോട്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ഓണസ്റ്റ് ആയിട്ട് പറയുക. കർത്താവ് എനിക്ക് എന്നുള്ളൊരു കൃപയായിരിക്കും. വലിയ എഫേർട്ട് ഞാനിത് അറിയുന്നില്ല. ഇതിങ്ങനെ യെസ് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വരുന്നു. ഇതിങ്ങനെ നാച്ചുറലി സംഭവിക്കുന്നു. നാച്ചുറലി ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു കൃപയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് എന്റെ കുറവുകൊണ്ട് ദൈവം എനിക്കത് തന്നായിരിക്കും. അപ്പൊ മാർട്ടിന്റെ ലൈഫിൽ അപ്പൊ ഒരു എങ്ങനെ മാർട്ടിന്റെ എൻകൗണ്ടർ പറഞ്ഞാൽ എന്താ വേണ്ടത്? അപ്പൊ മാർട്ടിൻ എൻകൗണ്ടർ ലൈഫ് ഓരോ ദിവസവും എൻകൗണ്ടർ ആയിട്ട് പോവാണല്ലേ? ഒരു ദിവസം മാർട്ടിനോട് ചോദിച്ചു, ചേട്ടന് എന്ത് എൻകൗണ്ടർ ആണ്? അതെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒരാൾ ദൈവത്തെ അനുഭവിക്കുന്നത് ഒന്നില്ലെങ്കിൽ എൻകൗണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ പാരന്റ്സിലൂടെ ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് പാരന്റ്സിലൂടെയാണ് ഈ സാധനം കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് എൻകൗണ്ടർ ആവശ്യമാണ്. പേരൻസിന് അത് ജസ്റ്റ് ഒന്ന് പറയാം. പേരൻസിൽ കൂടെ എന്ത് കിട്ടി, എങ്ങനെ കിട്ടി?
പേരൻസിലൂടെ എങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ എന്റെ ഈ ദൈവമായിട്ടുള്ള ആദ്യത്തെ ഒരു ഓർമ്മ പറയാം. അതായത് ഞങ്ങൾ എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വെച്ചിട്ടുള്ള ഒരു LKG UKG ടൈം. അപ്പോൾ എന്റെ ആദ്യത്തേക്ക് ഓർമ്മ, എന്റെ ഈ ചെറുപ്പകാലത്തിലെ ഓർമ്മ, രാവിലെ എഴുന്നേൽക്കുന്നു. അന്ന് രാവിലെ മറ്റേ സെന്റ് റാഫേൽസ് ചർച്ച് ഉണ്ട് തൈക്കുളം, അവിടെ കുർബാനയ്ക്ക് പോകുന്നു. എന്നും രാവിലെ ഇതൊരു റുട്ടീനാണ്. രാവിലെ ഈ നല്ല നല്ല ഏർലി മോർണിംഗ് ആണല്ലോ, പള്ളിയിൽ പോകുന്നു. അപ്പോൾ നമ്മള് ആ പള്ളിയിൽ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്, അങ്ങനെ അവിടെ ഇരുന്ന് കുർബാന വിടാം. അപ്പൊ ഈ മോളിൽ നിന്നുള്ള വ്യൂ കിട്ടും. ചിലപ്പോൾ ഞങ്ങൾ താഴെ നിൽക്കും, ചിലപ്പോൾ മുകളിൽ നിൽക്കും. അപ്പൊ അങ്ങനെ എന്നും ഒരു കുർബാന, അതൊക്കെയാണ് എന്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ ഒരു സാധനം എന്നുള്ളിൽ ഇങ്ങനെ എന്താ പറയുക പ്ലാൻ ചെയ്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എനിക്ക് എപ്പോ ഓർമ്മയുണ്ടോ അന്നേ ഈ എമ്മാവൂസിലേക്ക് പോയ കാര്യം പറഞ്ഞ പോലെ ഞാൻ അന്നേ ഈ വഴിയിൽ ഇങ്ങനെ നടക്കും. ഞാനിങ്ങനെ കുതിറി മാറിയിട്ടൊന്നും പറയുന്നില്ല, ഞാനിങ്ങനെ ചിലപ്പോൾ ഈ വഴി വിട്ട് പോകാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇങ്ങനെ ഈ രണ്ടുപേരെ വിട്ട് എന്നെ അന്വേഷിച്ച് വരും, തിരിച്ച് ഈ വഴിയിലോട്ട് കൊണ്ടുവരും. അങ്ങനെ US-ലാണ് ഈ ബാംഗ്ലൂരും US-ഉം തമ്മിൽ നോക്കുമ്പോൾ ആനയാണ് നമ്മൾ വ്യത്യാസം. അപ്പൊ കാലിഫോർണിയയിലെ സിറ്റിയിൽ താമസിക്കുന്ന ചെറിയ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ അങ്ങനെ എക്സൈറ്റിംഗ് സംഭവങ്ങള് സത്യം പറഞ്ഞ നമുക്ക് എനിക്ക് പൊതുവെ അങ്ങനെ എക്സൈറ്റിംഗ് പറഞ്ഞ പോലെ എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു എന്റെ ഒരു വീക്ക്നെസ്. ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാ, പിന്നെ കഴിക്കാൻ. ഫുഡ് എന്റെ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു 2 വർഷം ഇങ്ങനെ ആരും ഇല്ലാണ്ടാക്കി എന്നെ പരിശുദ്ധമ്മ ട്രെയിൻ ചെയ്യിച്ചു. ഒരു ലോൺലിനെസ്സിനൂടെ എന്നെ കൊണ്ടുപോയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എന്നിലുള്ള കുറെ അഹങ്കാരങ്ങളും എന്നിലുള്ള ഈ വേൾഡ്ലി പ്ലഷേഴ്സ് എടുത്തു മാറ്റാൻ വേണ്ടി പരിശുദ്ധമ്മ ഇരുത്തി പഠിപ്പിച്ച പോലെ എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഫുഡിനോടോ അങ്ങനെ എന്തോന്നും ഓവർലി ക്രേസ് ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് സീരീസ്, റോംകോം, ഡ്രാമാസ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് അറിയത്തില്ല, എന്റെ ഇൻസിഡൻസ് എനിക്കൊന്ന് എനിക്ക് 2-3 വട്ടം ചാൻസസ് കർത്താവ് തരുന്ന പോലെ എനിക്ക് തോന്നും. കാരണം ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറില് ഈ കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു വീക്കില്ലേ, നോയമ്പ് കഴിഞ്ഞിട്ട് ആ വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഡാനിയൽ അച്ഛന്റെ മറ്റേ എന്തോ ധ്യാനം പറയൂല, ആഴ്ചയുടെ മറന്നുപോയി ഞാൻ, ദൈവകർണ ധ്യാനം. അപ്പൊ ആ ധ്യാനം ഒക്കെ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഭയങ്കര ഇതായിട്ട് കൂടി. പക്ഷെ എനിക്ക് സൺഡേ എനിക്ക് അസുഖം വന്നു. ഇത് 2022-ല് അല്ല 23-ല് അസുഖം വന്നു. അപ്പൊ എനിക്ക് ഞാൻ സൺഡേ എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളെ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ സൺഡേ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി എന്തായാലും. പക്ഷെ എനിക്ക് സാറ്റർഡേ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചുമ. എനിക്ക് പൊതുവെ ചുമയൊന്നും വരത്തില്ല, പക്ഷെ അറിയത്തില്ല അന്ന് ഭയങ്കര ചുമ, ഭയങ്കര ലങ്സിന് ഭയങ്കര പ്രശ്നം. എന്നിട്ട് പിന്നെ എനിക്കിവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഒരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങി പോയതാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് പിന്നെ ഞാൻ കർത്താവിനോട് ഞാൻ പിണങ്ങി. കാരണം എന്റെ സ്വഭാവം അങ്ങനെയാ. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഉടക്കി. പിന്നെ എനിക്കൊന്നു പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും ഞാൻ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊക്കെ ഭയങ്കരമായിട്ട് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായി എന്നോട് തന്നെ. കർത്താവിന് എന്നെ വേണ്ടെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഞാൻ കുറച്ച് മാസം കഴിയുമ്പോൾ വീണ്ടും എന്നാ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നെക്സ്റ്റ് ഇയർ 2023 സെയിം തിങ്. എനിക്ക് ആ സൺഡേ, കരുണയുടെ സൺഡേ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ വട്ടം എന്റെ റിയാക്ഷൻ വേറെയായിരുന്നു. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. പറ്റിയില്ല കർത്താവേ, കാരണം എനിക്ക് സെയിം സ്ട്രെപ് ത്രോട്ട് ഈ ഇൻഫെക്ഷൻ തന്നെ വന്നു. പക്ഷെ എന്റെ റിയാക്ഷൻ വേറെയായിരുന്നു. എന്ന് വെച്ചാൽ അപ്പം എനിക്ക് തോന്നുന്നു സെയിം ഇൻസിഡന്റ്, ഇതുപോലെ തന്നെ 2-3 ഇൻസിഡന്റ് എനിക്ക് വീണ്ടും ഇങ്ങനെ പരിശുദ്ധമ്മ എന്നെ തെളിയിച്ചു. കാരണം എന്റെ സ്വഭാവം അങ്ങനെ രൂപീകരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ചില കാര്യങ്ങൾ എനിക്ക് റിപ്പീറ്റഡ് അവസരം തരികയാണ്, ഹൗ ഐ ഷുഡ് റിയാക്ട് ടു സർട്ടൻ സിറ്റുവേഷൻസ്. അപ്പൊ അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവരോട് ചോദിച്ചേനെ, അല്ലെങ്കിൽ അവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തേനെ. ഈ സമയത്തൊക്കെ വന്നു കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ഇതിന്. പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് ചോദിക്കാൻ ആരുമില്ല. എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന പോലെ എനിക്കൊരു ഈ ഒരു ടൈം ശരിക്കും ഇരുത്തി പഠിപ്പിക്കുന്ന പോലത്തെ ഒരു ടൈമാ. അപ്പം എന്റെ റിയാക്ഷന്റെ ചിലതിനോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒത്തിരി മാറ്റി. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ കുറെയൊക്കെ പ്ലെഷേഴ്സ് ഞാൻ കണ്ടിരുന്നതൊക്കെ എനിക്ക് മാറ്റി എന്നെ ഒരു പുതിയ ഒരു ആളാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒത്തിരി വളരാനുണ്ട്. അതെനിക്ക് നനോമരം ചാനൽ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ
ഈശോയുടെ അടുത്ത് ഞാനൊരു ഒരു വട്ടം കുമ്പസാരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ പോയി കാണും, ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഫോണിൽ ഞാനിങ്ങനെ നോക്കും എനിക്ക് ഏതെങ്കിലും ഒരു അച്ഛന്റെയോ ഏതെങ്കിലും ഒരാളെയൊക്കെ ഒന്ന് വിളിക്കാൻ. കാരണം എനിക്ക് പറ്റുന്നില്ല. ഐ വാസ് സോ ഡെസ്പറേറ്റ് ടു ടോക്ക് ടു സംവൺ. ലൈക്ക് എന്തുവാ നടക്കുന്നത്, ഈശോ എന്തുവാ എന്റെ ജീവിതത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അന്ന് ഞാൻ കരഞ്ഞൊരു കരച്ചിലുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഹസ്ബൻഡിനോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല വാട്ട് ഐ വാസ് ഫീലിംഗ്. പക്ഷെ ഞാൻ പുറത്തു പോയിട്ട് ഞാൻ ഇങ്ങനെ ഈ വഴി കൂടെ തെരപ്പാര നടക്കുക, ഫോണിൽ നോക്കിയിട്ട് എനിക്ക് ഒരാളെ വിളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അന്നും എന്നെ ഇരുത്തി, എനിക്ക് ആരെയും തന്നില്ല. പക്ഷെ തന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈക്ക് ഐ വാസ് ഏബിൾ ടു എന്താ പറയാ പെർസീവ് ചെയ്യാൻ, എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയം വന്നു. എനിക്ക് ആ ഒരു തുറവി തന്നു കഴിഞ്ഞിട്ടാണ് ഈശോ എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ തന്നത്, ഈശോയിലുള്ള ഫ്രണ്ട്സിനെ. അപ്പൊ എനിക്കിപ്പം പറയുമ്പോഴൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളിയേനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈശോയുടെ വചനം സ്വീകരിക്കാൻ പാകമാക്കിയിട്ട് എനിക്ക് ഈശോ ഒരു ഗ്രൂപ്പിനെ തന്നത്. നമ്മള് വചനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ എനിക്കറിയില്ല, എന്റെ വായന അത്രയൊക്കെ അങ്ങനെയല്ല, അങ്ങനെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് വന്നതേ. എന്നാ ഞാൻ ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ കുറെ സാധനങ്ങൾ പറഞ്ഞു, ചേച്ചിയുടെ കുറെ സാധനങ്ങൾ പറഞ്ഞു. എല്ലാരെയും ഇങ്ങനെ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ചേട്ടൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതേ. മാറ്റുഞാനും എല്ലാരും മാട്ടിന്റെ കുട്ടിക്കാലം ഇഷ്ടപ്പെട്ടു. അതെ, മാട്ടിന്റെ കുട്ടിക്കാലം മാട്ടം പറഞ്ഞിട്ടില്ലായിരുന്നു. സന്തോഷമൊക്കെ തോന്നി കേട്ടോ, പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. മാട്ടിനെ പ്രാർത്ഥിച്ചു. നമുക്കൊന്ന് കണ്ണടയ്ക്കാം. കർത്താവെ, അങ്ങയുടെ സമയത്ത് എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുമെന്ന് അങ്ങ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഹിതത്തിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് ക്രമീകരിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അങ്ങ് കാണുന്നു. ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും അങ്ങയുടെ ഇഷ്ടത്തിനൊപ്പമാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയെക്കുറിച്ച് സംസാരിച്ചു. കർത്താവെ, ഞങ്ങളുടെ പാദങ്ങളിൽ അങ്ങ് വിളക്കായിരിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയിൽ അങ്ങ് പ്രകാശമായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിൽ അങ്ങയുടെ ജ്ഞാനം നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സ്നേഹം നിറയണമേ. കർത്താവെ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ.